ഹലോ, നമസ്കാരം. രതൻ മടിച്ചേരിയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ള വേറെ ഒന്നുമില്ല, ഈ ചട്ടിച്ചോറിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. ചട്ടിച്ചോറ് നമ്മളിപ്പോൾ ഒരുപാട് കാശൊക്കെ ചിലവാക്കിയിട്ട് ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിൽ പോണ്. നമ്മളത് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്ന കേസുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാലോ. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഇറച്ചി എടുത്ത്, കുറച്ച് മീനെടുത്ത്, കുറച്ച് പപ്പടം വറുത്ത്, കുറച്ച് ഉപ്പേരിയും വെച്ച്, കുറച്ച് അതും ഇതൊക്കെ ഇട്ടിട്ട് ചട്ടിച്ചോറായി. പക്ഷേ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ അതല്ല. ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 80 കിഡ്സൊക്കെ ഉണ്ടല്ലോ, 80കളിലെ ടീമുകൾ, ആ ഗണത്തിൽ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഞാനൊക്കെ. ഓക്കെ, അപ്പോൾ അവർ നമുക്ക് അന്ന് എന്താ പറയുക, നമ്മുടെ ഒരു വീട്ടിൽ ഒരു മീൻകറി വെച്ചാൽ ആ മീൻകറി കഴിയുന്ന നേരത്ത് ആ ചട്ടിയിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ട് ഒരു പിടുത്തങ്ങോട്ട് പിടിച്ചാൽ പൊന്നോ ഓഹോ ഹാ. അപ്പോൾ ആ ഒരു ലെവലും അത് അന്നത്തെ ആ ഒരു ചട്ടിച്ചോറിന് ടേസ്റ്റൊന്നും ഇന്ന് ഏത് 5 സ്റ്റാർ ഹോട്ടൽ കഴിച്ചാലും കിട്ടില്ല. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് നമ്മുടേതായിട്ടുള്ള ചട്ടിച്ചോറിൻ്റെ കാര്യം അറിയില്ല നിങ്ങൾക്ക് എന്തെന്ന്. ഇതാണ് നമ്മുടെ ചട്ടിച്ചോറ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഇതിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നമ്മുടെ കപ്പങ്കായയുടെ ഒരു പച്ചടി, പിന്നെ നമ്മുടെ വീട്ടിൽ കായ, അതായത് നമ്മൾ വാഴ കുലച്ചിട്ട് അതിൽ നിന്ന് ഒരു പടല വെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണിത്. അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ ആ കൊല അവിടെ ഞാനവിടെ ഞാത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, വേറെ ഒന്നുമില്ല. ഇതിൽ വേറെ ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ശരിക്കുള്ള ചട്ടിച്ചോറ് എന്നുള്ളത് നമ്മുടെ കാലഘട്ടങ്ങളിലെ ചട്ടിച്ചോറ് തന്നെയാണ് ആ ചട്ടിച്ചോറ്. അതും മത്തിക്കറി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എന്ത് കറി ആണെങ്കിലും അത് തന്നെയാണ് ചട്ടിച്ചോറ്. പിന്നെ വേറെ പ്രത്യേകത, ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നീലമാവ്. ഞാനിതിന് മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആ ഒരു നീലമാവിനെ കുറിച്ചിട്ട്. ഇതാണ് ആ നീലമാവിൻ്റെ ആ മാങ്ങ ഇതായിട്ട് സംഭവമാണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചുരുക്കം പറഞ്ഞൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കിയുള്ള സംഭവമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വലിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല, ഇറക്കാം. അപ്പോൾ ഓക്കെ, വീണ്ടും സന്ധിക്കും പറയും വണക്കം.